താമരശ്ശേരിയിൽ ഉമ്മ സുബൈദയെ വെട്ടിക്കൊന്ന മകൻ ആഷിഖിന്റെയും സമനില തെറ്റിച്ചത് MDMA. ജന്മം തന്നതിനുള്ള ശിക്ഷയാണ് ഇത് എന്ന് ആഷിഖ് പറയുമ്പോൾ ജീവിതം പോലും ഈ ചെറുപ്പക്കാരൻ എത്രമാത്രം വെറുത്തിട്ടുണ്ടാവണം. താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഏക മകൻ ആഷിഖ് മയക്കുമരുന്നിന്റെ അടിമ എന്ന വിവരങ്ങൾ. ഇയാൾ ഇടയ്ക്കിടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഒരാഴ്ച മുൻപാണ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും ആഷിഖ് മടങ്ങിയെത്തിയത്. 4 ദിവസം മുൻപ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയതായി വീട്ടുകാർ പറയുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത്. ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഇതുപോലെ തന്നെയായിരുന്നു കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനെ കൊലപ്പെടുത്തിയ കേസിലെ സന്ദീപും. അയാളും ഡി അഡിക്ഷൻ സെന്ററിൽ പോയി മടങ്ങി വന്ന അതേ ദിവസമാണ് അന്ന് ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയപ്പോൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വന്ദനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഉപയോഗിച്ചു തുടങ്ങിയാൽ 3 വർഷത്തിനുള്ളിൽ മരണമുറപ്പ്. ഗുരുതര അസ്വസ്ഥത പിന്തുടരും. ആളെ കൊല്ലുന്ന MDMA ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യുവാക്കൾക്ക് ഹരമാണ്. ലഹരി മരുന്ന MDMA ഉപയോഗിച്ചാൽ 12 മണിക്കൂർ സജീവമാകും. ശരീരത്തിന് തളർച്ചയുണ്ടാകില്ല. പിന്നെ 3 ദിവസത്തേക്ക് ഉറക്കമില്ല, ഭക്ഷണം വേണ്ട, തൊണ്ട വറ്റിവരളും, ഒന്നും കഴിക്കാൻ തോന്നില്ല. 3 ദിവസം ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആകുമ്പോൾ അസ്വസ്ഥതകൾ ഗുരുതരമാകും. മദ്യമോ പുകവലിയോ പോലെ അല്ല MDMAയുടെ പ്രത്യാഘാതങ്ങൾ. സ്ഥിരമായി ഉപയോഗിച്ചാൽ 3 വർഷത്തിനകം മരണം സംഭവിക്കും. വല്ലപ്പോഴും ഉപയോഗിച്ചാൽ പോലും അപകടമാണ്. ബംഗളൂരുവിൽ നിന്നാണ് ഇത്തരം ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ഏജന്റുമാർ സജീവമാണ്. യുവാക്കളാണ് ഉപഭോക്താക്കളിൽ കൂടുതലും. സിന്തറ്റിക് ലഹരി മരുന്നായ MDMA ഉപയോഗിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായി ലഹരി മരുന്ന് ഉപയോഗിച്ചവർ തന്നെ പറയുന്നു. സ്ഥിരമായി ഇത് കഴിച്ചാൽ പല്ലുകൾ കൊഴിയും, വായിലെ തൊലിയെല്ലാം അടർന്നു പോവുകയും ചെയ്യും. MDMA അടക്കമുള്ളവ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂട്ടുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് കൂടുന്നതോടെ അമിതമായ സന്തോഷമുണ്ടാവും, സുഖമുണ്ടാവും. എന്നാൽ അതിനൊപ്പം ഭക്ഷണത്തോടും ലൈംഗികതയോടും താല്പര്യം കൂടും. തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകും. ഡോപ്പമിന്റെ അളവ് ഒരു നിയന്ത്രണവുമില്ലാതെ കൂടുന്നത് സൈക്കോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ആരൊക്കെ കൊല്ലാൻ വരുന്നു എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം അവസ്ഥയിലുള്ളവർ ഒരിക്കലും യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുന്നില്ല. വായിലൂടെയും മൂക്കിലൂടെയും ഇഞ്ചക്ഷനായും ഈ ലഹരി മരുന്ന് ഉപയോഗിക്കും. പൊടിച്ച ശേഷം സ്പൂണിലോ മറ്റോ ഇട്ട് മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചൂടാക്കി ദ്രവരൂപത്തിലാക്കിയ ശേഷം കുത്തിവെക്കുന്നതാണത്രേ സാധാരണ രീതി. മെത്ത് പൗഡർ മൂക്കിൽ വലിക്കുക, സിഗരറ്റിനൊപ്പം പുകയ്ക്കുക, മെത്തടങ്ങിയ ലായനി കുത്തിവെക്കുക തുടങ്ങിയ രീതിയിലാണ് ഇതിന്റെ ഉപയോഗം. അകത്ത് ചെന്നാൽ അരമണിക്കൂറിനകം നാഡീവ്യവസ്ഥയെ ബാധിക്കും. 8 മണിക്കൂർ വരെ ലഹരി നീളും. മണമോ രുചി വ്യത്യാസമോ ഇല്ലാത്തതിനാൽ ഇരകൾക്ക് ജ്യൂസുകളിലും മദ്യത്തിലും ഗുളിക കലക്കി ആദ്യം നൽകും. പിന്നീട് ഇതിനടിമയാവും. മനുഷ്യനിർമ്മിത ഉത്തേജക മരുന്നായ മെത്താംഫെറ്റമിൻ പ്രധാനമായും ഒരു വിനോദ ഡ്രഗായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അമിതവണ്ണം എന്നിവയ്ക്കുള്ള ചികിത്സയായാണ് ഇത് ഉപയോഗിക്കുന്നത്. മെത്താംഫെറ്റമിൻ പൊടി അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിലാകും. വളരെ വേഗത്തിൽ അഡിക്ഷൻ സൃഷ്ടിക്കുന്ന മയക്കുമരുന്നാണ് മെത്താംഫെറ്റമൈൻ. കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഇത് പ്രധാനമായും സ്വാധീനിക്കുന്നത്. മെത്താംഫെറ്റമൈൻ ശരീരത്തിലെത്തുന്നതോടെ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജസ്വലത വരുന്നു. എന്നാൽ തുടർച്ചയായ ഉപയോഗം അവസാനിപ്പിക്കുന്നതിലൂടെ ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, നിസ്സംഗത, തലവേദന തുടങ്ങിയ അവസ്ഥകളിലേക്ക് എത്തും. ആളുകൾ ഇതിനടിമകളാകുമ്പോൾ അവർക്ക് പിൻവലിയ ലക്ഷണങ്ങളും ഉണ്ടാകും. അതായത് മയക്കുമരുന്നില്ലാത്തപ്പോൾ അവർക്ക് ക്ഷീണവും അല്ലെങ്കിൽ വിശപ്പും അനുഭവപ്പെടും. മെത്തെടുക്കാതെ അവർക്ക് പിന്നീട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഇത് അമിതമായി കഴിക്കുന്നത് ഒരു വ്യക്തിയെ വളരെ വേഗം രോഗിയാക്കും. ചിലപ്പോൾ മാനസിക വൈകൃതം കാണിച്ചൊരു വ്യക്തിയെ കൊല്ലുക പോലും ചെയ്യും. മെത്താംഫെറ്റമൈൻ ഉപയോഗിക്കുന്ന ആളുകളിൽ പൊതുവെ പല്ലുകൾ കേടുവന്ന നശ്യരൂപത്തിലായിരിക്കും. ഇതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് മെത്ത് മൗത്ത്. മെത്ത് മൗത്ത് വളരെ വേഗത്തിൽ സംഭവിക്കാം. ഒരു പുതിയ ആസക്തിയുള്ള ആൾക്ക് ആരോഗ്യമുള്ള പല്ലുകൾ ഉള്ളതിൽ നിന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ പല്ലുകളും നഷ്ടപ്പെടും. വിദഗ്ധർ പറയുന്നത് ഒരു മെത്ത് അടിമയുടെ ആയുസ് 5 മുതൽ 10 വർഷം വരെ മാത്രമായിരിക്കുമെന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.